ഈ വീഡിയോയിലെ ടോപ്പിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല, പക്ഷെ വിശ്വസിച്ചേ മതിയാവത്തു. ഇറാനിയൻ മിലിറ്ററി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സോഴ്സ് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു സംഭവം അപ്ഡേറ്റ് ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇറാനിയൻ പത്രങ്ങൾ അവിടെ ഇവിടെയും തൊടാതെ വാർത്ത കൊടുക്കുന്നു. എന്താണ് സംഭവം? മനസ്സിലാക്കുക, ഇസ്രായേലി മൊസാദിൽ സ്പൈ ഏജൻസിയാണ് ലോകത്തിൽ ഇപ്പം നമ്പർ 1, 2, 3 എന്നൊക്കെ പറയുവാണെങ്കിൽ 1, 2 സ്ഥാനത്ത് നിൽക്കുന്ന സ്പൈ ഏജൻസിയാണ്. നല്ല അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തുന്നവരാണ്. അതിലേകദേശം 100-ൽ പരം മലയാളികളുണ്ട്. അവിശ്വസനീയമായി തോന്നാം. അവൻ്റെ കഴിഞ്ഞ 10-12 വർഷമായിട്ടാണ് മലയാളികളുടെ പ്രസൻസ് ഈ മൊസാദിലുണ്ടായി. വെൽ ട്രെയിൻഡാണ് ഇവർ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന റിപ്പോർട്ട്, ഇറാനിൽ ഇപ്പോഴത്തെ ഭരണാധികാരി മസൂദ് പെഷഷ്ഖാൻ അധികാരത്തിൽ വരുന്നു. നിങ്ങൾക്കറിയാം, ആ സമയത്ത് ഹമാസിൻ്റെ ലീഡറായിരുന്ന ഇസ്മായിൽ ഹനിയ അവിടെ മിലിറ്ററി ക്യാമ്പസിൽ അതീവ തീവ്ര സുരക്ഷയിലാണ് അദ്ദേഹത്തിന് അവിടുത്തെ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ ഗസ്റ്റ് ഹൗസ് കൊടുത്ത് താമസിക്കാൻ. അവിടെ സ്ഫോടനം നടത്തിയതിൽ 2 പേരും മിലിറ്ററി കോൺട്രാക്ടേഴ്സ് ആയിരുന്നു. അത് 2 പേരും മലയാളികളാണെന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ സിറ്റിസൺ ഉള്ളവരല്ല. ഇന്ത്യയിൽ നിന്ന് വന്ന് വിദേശത്ത് വരികയും പിന്നീട് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് ഈ ഇറാനിൽ മിലിറ്ററി കോൺട്രാക്ടേഴ്സ്, മിലിറ്ററിക്കകത്ത് കയറിയവർ. മലയാളികളാൾ മോശമല്ല. പണ്ട് പല ആൾക്കാരും പറയുന്നത് കേൾക്കുമായിരുന്നു, ഈ മലയാളികളുടെ DNA-ക്കകത്ത് ജൂയിഷ് സംഭവം ഉണ്ടെന്ന്. അപ്പം അത് തന്നെ പ്രൂവ് ചെയ്യുന്ന അത്രയും മനസ്സിലാക്കുക. മൊസാദ് എന്ന് പറഞ്ഞൊരു ഏജൻസിക്കകത്ത് 100ഓളം മലയാളികൾ അവരുടെ ഓപ്പറേഷൻ്റെ പാർട്ടായിട്ട് മിഡിൽ ഈസ്റ്റിലുണ്ട് എന്ന് പറയുന്നത് അവിശ്വസനീയമൊന്നുമല്ല, അത് യാഥാർത്ഥ്യമാണ്. ഇറാനിലെ മലയാളികൾ മിഡിൽ ഈസ്റ്റിലാണ്, വെസ്റ്റ് ഏഷ്യയിലുമാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഈ മൊസാദിന് വേണ്ടി ഓപ്പറേഷൻ നടത്തുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, വയനാട്ടിലെ ഒരു പയ്യൻ, പേര് പുറത്തു വന്ന റിൻസ്, ഈ ഹിസ്ബുള്ളയ്ക്ക് കൊടുത്ത പേജർ ഇപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എവിടുന്ന് എങ്ങോട്ടാണ് പോയേക്കുന്നത്? വളരെ കൃത്യമായി. അതേപോലെ ഹിസ്ബുള്ളയ്ക്കകത്തുള്ള പല കോൺട്രാക്ടേഴ്സ് ഇവർ ഈ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അവിടെ സിവിലിയൻ കോൺട്രാക്ടേഴ്സിനാണ് കൊടുക്കുന്നത്. വില കുറച്ച് കൊടുക്കണം, നല്ല സാധനം കിട്ടണം. ഇവർക്ക് ഈ കോൺട്രാക്റ്റ് മുഴുവനും കൊടുത്തുകൊണ്ടിരുന്ന മലയാളികളായിരുന്നു. വെപ്പൺസ് ഉൾപ്പെടെ ഈ പല വെപ്പൺസ് ഇത് പുറത്തുനിന്ന് മേടിക്കും, ഗ്രേ മാർക്കറ്റിൽ നിന്ന്, ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കും. പല വെപ്പൺസും വർക്ക് ചെയ്യുന്നില്ല. ഇത് സംഭവം ഉഷാറായിട്ട് കിട്ടി, സംഭവം വർക്ക് ചെയ്യാതായി. ഇതെല്ലാം ഇവിടെ കോട്ട് ചെയ്തിട്ടാണിത് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്താണ് മലയാളികൾ. കേരളത്തിലെ സുഡാപ്പികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഈ വന്നിട്ടുള്ളത്. വിഷയം ഒന്ന് മാത്രമാണ്, മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ചാരസംഘടനയിൽ വലിയ രീതിയിൽ തന്നെ മലയാളികളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം പുറത്തു വന്നതാണ്. ഇതിൻ്റെ കുറച്ചുകൂടി വ്യക്തമാകുന്ന വിഷയമാണ് ഇപ്പോൾ മാത്യു സാമുവൽ സാറ് നമ്മളോട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിലുള്ള ഈ ഹമാസിൻ്റെ വലിയ രീതിയിലുള്ള വലിയ തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇവർക്ക് വലിയ ഒരു ആരാധനയാണ് ഈ ഹമാസിൻ്റെ നേതാക്കന്മാരോട്. ഇതിൽ ഇവർക്ക് ഏറ്റവും വലിയ രീതിയിൽ ആരാധന തോന്നിയിട്ടുള്ള ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ തലവനാണ്. ഇയാൾ ഇറാനിലാണ് താമസിച്ചിരുന്നത്. ഇറാൻ വളരെ വലിയ സുരക്ഷിത താവളത്തിൽ താമസിച്ചിരുന്ന ആളെ മലയാളികൾ അവിടെ സ്ഫോടനം നടത്തി കൊലപ്പെടുത്തിയ വാർത്ത എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകവ്യാപകമായിട്ട് ഈ ജിഹാദി ഗ്രൂപ്പുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ചെറിയ ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു, പാകിസ്ഥാനിലും മറ്റുള്ള രാജ്യങ്ങളുണ്ടായി, ഇറാനിലൊക്കെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാസ മുനമ്പിൽ നടന്നുകൊണ്ടിരുന്ന വലിയ രീതിയിലുള്ള ജിഹാദി വേട്ടയ്ക്ക് ഇറാനിൽ പോലും കയറിക്കൊണ്ട് അത് നടത്താനുള്ള കപ്പാസിറ്റിയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അത് ഇന്നും ഇന്നലെയും ഒന്നും അവർ നേടിയെടുത്തല്ല, വർഷങ്ങൾക്ക് മുന്നേ തന്നെ നേടിയെടുത്താണ്. അപ്പോൾ ഇതിനിടയിൽ പോലും ഈ ഇസ്രായേലിൻ്റെ ചാരസംഘടനയിൽ പോലും മലയാളികളുടെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ വിചിത്രപരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഒരു യാഥാർത്ഥ്യം കൂടിയാണ് നമ്മുടെ കേരളത്തിലേക്ക് പല മാധ്യമങ്ങളും പുറത്തുവിട്ടതാണ്. റിനിൽ എന്ന് പറയുന്ന വയനാട് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി, ഈ വ്യക്തിയുടെ കെയർ ഓഫിലാണ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാനിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനങ്ങളിലൊന്ന് ഈ സംഘടനയ്ക്ക് പേജർ എന്ന് പറയുന്ന ഒരു വാർത്താവിനിമയ സംവിധാനം അവർക്ക് ലഭ്യമാകുന്നത്. ഈ വാർത്താവിനിമയ സംവിധാനം പോക്കറ്റിലിട്ട് നടക്കുന്ന ഒരു സമയം, പെട്ടെന്നൊന്നും ട്രേസ് ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണ്. മൊബൈൽ ഫോണിലൂടെ മറ്റ് സംവിധാനങ്ങൾ ട്രേസ് ചെയ്യുന്ന പോലെ ഈ പേജർ ട്രേസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഭീകരന്മാർ ഈ പേജർ ഉപയോഗിക്കുന്നത്. ഇത് പോക്കറ്റിൽ കിടന്നുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടായി. പല ഭീകരന്മാരുടെയും അല്ലെങ്കിൽ ഈ ഹിസ്ബുള്ളക്കാരുടെ എല്ലാം ചുക്കാമണി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. 5000-ഓളം ഈ ജിഹാദി ഭീകരന്മാർക്കാണ് പരിക്കേറ്റത്. വ്യാപകമായിട്ട് ഇതുപോലെയുള്ള ഒരു സംഭവം വന്നപ്പോൾ തന്നെ ഈ പൂർണ്ണമായിട്ടും ഹിസ്ബുള്ളയും ഹമാസും ലോകത്തെ ഭീകരവാദ സംഘടനകൾ പൂർണ്ണമായിട്ടും പേടിച്ച് വിറക്കുന്ന അവസ്ഥയാണ്. ഇറാനിലെ പല ആളുകളും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ടിവിയും ഫോണും പോലും ഉപയോഗിക്കാൻ ഭയപ്പെടുന്ന സാഹചര്യം പോലും ആ ഒരു സമയത്തുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അദ്ദേഹം കാറിൽ ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ചൂളമടിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടിയിട്ട് ഈ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കന്മാർക്കും ഭീകരന്മാർക്കും മറ്റൊരു വാണിംഗ് കൂടി കൊടുക്കുന്നത്, നിങ്ങളുടെ അടിവേരിറക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക, ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ തലവനെ തീർത്ത് വിട്ടത് യഥാർത്ഥത്തിൽ മലയാളികളാണെന്നുള്ളതിൽ 1% പോലും തർക്കമില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ നിരവധി ആക്രമണങ്ങൾ ഇനി ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയും ഹിസ്ബുള്ളയും വരാനിരിക്കുന്ന സമയങ്ങളിൽ ഇതേ മലയാളികളുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നതിൽ തർക്കമില്ല. ഈ മലയാളികളെ സംബന്ധിച്ച് ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഒക്കെ ഉള്ള ഒരു പ്രേമം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പാലക്കാട് നടന്ന ഒരു പള്ളിയിൽ നടന്ന ഒരു നേർച്ച പരിപാടിയിൽ കണ്ടതാണ്. ആനപ്പുറത്ത് ഹമാസ് തലവന്മാരുടെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഇവർ വലിയ രീതിയിലുള്ള അവരോടുള്ള ഒരു സ്നേഹ ആദരവ്, ഈ ജിഹാദി ഗ്രൂപ്പുകളോടുള്ള സ്നേഹ ആദരവ് ഇവിടെ ചില ആളുകൾ പ്രകടിപ്പിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള കലാപരിപാടികൾ കാണിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് പുറത്തേക്ക് വരുന്നത്. ഇവർ ഏറ്റവും വലിയ രീതിയിൽ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളെ ഇതേ മലയാളികൾ തന്നെ ഇസ്മയിൽ ഹനിയെ പോലുള്ള ഹമാസ് തലവന്മാരെ കൊലപ്പെടുത്തുന്നതിനായിട്ടുള്ള നേരിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കാൻ പോലുമല്ല, പൊട്ടിക്കരയുക എന്നുള്ള അവസ്ഥ മാത്രമേ ഈ ജിഹാദി ഗ്രൂപ്പുകൾക്ക് ഉണ്ടാവുള്ളൂ. അത്രത്തോളം വലിയ രീതിയിൽ പ്രധാനപ്പെട്ട വാർത്തയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഹമാസിനാണെങ്കിലും ഹിസ്ബുള്ളക്കാണെങ്കിലും ലോകത്ത് നിലനിൽക്കാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള ഓപ്പറേഷനുകൾ വീണ്ടും വീണ്ടും തയ്യാറെടുത്തുകൊണ്ട് മൊസാദ് എന്ന് പറയുന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസി കൃത്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലുമുള്ള പല ആളുകളും ഈ പറയുന്ന ഏജൻസിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഭീകരവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു തേരോട്ടം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വരാനിരിക്കുന്ന സമയങ്ങൾ കൂടുതൽ ഉണ്ടാകുമെന്നുള്ളതിൽ 1% പോലും തർക്കമില്ല. മാത്യു സാമുവൽ സാറിനെ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ യഥാർത്ഥ തെളിവുകളടക്കമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെച്ചു തരുന്നത്.